Today, our topic is winter air conditioning systems. നമ്മൾ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്താണെന്ന് കണ്ടിരുന്നു. അപ്പോൾ അതിൽ പ്രീ ഹീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, പ്രീ ഹീറ്റർ യൂസ് ചെയ്യാത്ത മറ്റൊരു ടൈപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം അതിൻ്റെ മെയിനായിട്ടുള്ള ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഹീറ്റിങ്ങും ഹ്യൂമിഡിഫിക്കേഷനുമാണ്. കാരണം ഔട്ട്സൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ കോൾഡായിട്ടുള്ള എയറും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള എയറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡിൽ നിൽക്കുന്ന എയറിനെ ഹീറ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്യുകയും ചെയ്യണം. അതാണ് വിൻ്റർ എയർ കണ്ടീഷനിങ്ങിൽ ചെയ്യുന്നത്. ഇൻ വിൻ്റർ ദ ഔട്ട്സൈഡ് കണ്ടീഷൻസ് ആർ കോൾഡ് ആൻഡ് ഡ്രൈ. സോ എയർ സപ്ലൈ ടു ദ കണ്ടീഷൻ സ്പേസ് ഈസ് ഹീറ്റഡ് ആൻഡ് ഹ്യൂമിഡിഫൈഡ് ഇൻ ദ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ടു ദ റിക്വയർഡ് ലെവൽ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ്. നമ്മൾ ഔട്ട്സൈഡ് എയറിനെ ഹീറ്റ് ചെയ്യണം, ഹ്യൂമിഡിഫൈ ചെയ്യണം. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഒക്യുപ്പൻസ്, ആ റൂമിനകത്തുള്ള ഒക്യുപ്പൻസിന് മാക്സിമം കംഫർട്ട് കിട്ടുന്ന ഒരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലെവലും ഹ്യൂമിഡിറ്റി ലെവലും ആയിരിക്കണം. ഇനി വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട്, വിത്ത് എ പ്രീ ഹീറ്റർ ആൻഡ് വിത്തൗട്ട് എ പ്രീ ഹീറ്റർ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം വിത്ത് എ പ്രീ ഹീറ്ററാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസ്. ദെൻ ആ കണ്ടീഷൻസ് എൻ്റെ സ്പേസിലെ കണ്ടീഷൻ നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ എപ്പോഴും പോയിൻ്റ് ഐ കൊണ്ടാണ് മാർക്ക് ചെയ്തത്. ഐ കറസ്പോണ്ട്സ് ടു ഇൻഡോർ കണ്ടീഷൻ ആൻഡ് ഒ കറസ്പോണ്ട്സ് ടു ഔട്ട്ഡോർ കണ്ടീഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ കണ്ടീഷൻ ചെയ്യേണ്ട റൂം. ഒരു പർട്ടിക്കുലർ കംഫർട്ട് സോണിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റൂം ഇതാണ്. അപ്പോൾ ആ റൂമിൽ നിന്ന് റിട്ടേൺ എയർ എടുക്കുന്നു, ആ റിട്ടേൺ എയറിൽ കുറച്ച് എമൗണ്ട് എയറിനെ നമ്മൾ എടുക്കുന്നു, അതാണ് റീസർക്കുലേറ്റഡ് എയർ. ബാക്കിയുള്ളതിനെ കളയുന്നു. ആ റീസർക്കുലേറ്റഡ് എയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ഐ. അതായത് റൂം ഏത് കണ്ടീഷനാണോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഐ, അതേ കണ്ടീഷനിൽ തന്നെ ഉള്ളതായിരിക്കും റീസർക്കുലേറ്റഡ് എയറും. ദെൻ ഔട്ട്സൈഡ് എയറിൻ്റെ കണ്ടീഷനാണ് ഒ. ഈ ഔട്ട്സൈഡ് എയറും റീസർക്കുലേറ്റഡ് എയറും മിക്സ് ചെയ്യുന്നു. ദെൻ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷനാണ് പോയിൻ്റ് എം. ആ മിക്സ്ചറിനെ നമ്മൾ പ്രീ ഹീറ്ററിൽ കൂടെ കടത്തി വിടുന്നു. എന്തിനാണ് പ്രീ ഹീറ്റർ? ഔട്ട്സൈഡ് എയർ എന്ന് പറയുന്നത് വളരെ കോൾഡ് ആയിട്ടുള്ള എയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എയറിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഹ്യൂമിഡിഫൈ ചെയ്യാൻ വേണ്ടി വാട്ടർ സ്പ്രേ ചെയ്താൽ വാട്ടർ ഫ്രീസായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് പ്രീ ഹീറ്റർ യൂസ് ചെയ്തുകൊണ്ട് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നമുക്കൊരു പ്രീ ഹീറ്റർ ആവശ്യം വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് എയർ വളരെ ലോ കണ്ടീഷനിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊക്കെ റീജിയൻസിലാണോ വളരെ ലോ ടെമ്പറേച്ചർ ആംബിയൻറ്റ് കണ്ടീഷൻസ് ഉള്ളത് അവിടെ നമുക്ക് പ്രീ ഹീറ്ററിൻ്റെ ആവശ്യം വരും. കാരണം ഔട്ട്സൈഡിൽ എയർ എടുക്കുമ്പോൾ ആ എയറിലേക്ക് ഡയറക്റ്റായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഫ്രീസായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് പ്രീ ഹീറ്റർ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ പ്രീ ഹീറ്റർ ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നു, സെൻസിബിൾ ഹീറ്റിംഗ് ആണ് പ്രീ ഹീറ്ററിൽ നടക്കുന്നത്. അപ്പോൾ പ്രീ ഹീറ്റർ എം എന്ന കണ്ടീഷനിലുള്ള എയറിനെ 1 എന്ന കണ്ടീഷനിലേക്ക് ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത എയർ ഹ്യൂമിഡിഫയറിലേക്ക് പോകുന്നു. ഹ്യൂമിഡിഫയർ എന്ത് ചെയ്യുന്നു? ആ എയറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കൂട്ടുന്നു. അങ്ങനെ കൂട്ടി ആ എയറിനെ 2 എന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. സോ 1 to 2 എന്ന് പറയുന്നതാണ് ഹ്യൂമിഡിഫയറിൽ നടക്കുന്ന ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്. ദെൻ അതിനുശേഷം അങ്ങനെ ഹ്യൂമിഡിഫൈ ചെയ്ത എയറിനെ നമ്മൾ റീഹീറ്റർ വീണ്ടും ഹീറ്റ് ചെയ്യാൻ വേണ്ടി റീഹീറ്റ് കോയിലിൽ കൂടെ കടത്തി വിടുന്നു. എന്നിട്ട് നമുക്ക് റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത് ഏത് ടെമ്പറേച്ചർ കണ്ടീഷനിലുള്ള എയർ ആണോ ആ കണ്ടീഷനിലേക്ക് ഹീറ്റ് ചെയ്തെടുക്കുന്നു. ഹീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന കണ്ടീഷനാണ് എസ്. അപ്പോൾ ഈ റീഹീറ്റർ എന്താണ് ചെയ്യുന്നത്? 2 എന്ന കണ്ടീഷനിലുള്ള എയറിനെ എസ് എന്ന കണ്ടീഷനിലുള്ള സപ്ലൈ എയർ ആക്കി മാറ്റുന്നു. ദെൻ ഈ എസ് എന്ന കണ്ടീഷനുള്ള സപ്ലൈ എയർ ആണ് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ റൂമിനെ ഐ എന്ന ഇൻഡോർ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. അപ്പോൾ ഈ ഐയും എമ്മും ഒയും 1ഉം 2 ഇതെല്ലാം നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുന്ന പോയിന്റുകളാണ്. കാരണം എയറിൻ്റെ കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷനാണ് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എയറിൻ്റെ ഒരു കണ്ടീഷൻ എന്താണോ അത് സൈക്കോമെട്രിക് ചാർട്ടിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനായി മാറുന്നു. ഇപ്പോൾ വളരെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടിയ എയറും ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറഞ്ഞ എയറും ആണെങ്കിൽ സൈക്കോമെട്രിക് ചാർട്ടിൽ അതിൻ്റെ രണ്ടിൻ്റെയും ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും.
അപ്പോൾ ഈ ഓരോ പോയിൻറ്റുകളും ഇവിടെ എഴുതിയിരിക്കുന്നത് സൂചിപ്പിക്കുന്നത് ആ കറസ്പോണ്ടിങ് പോയിൻറ്റിലെ എയറിൻ്റെ കണ്ടീഷൻ എന്താണോ അത് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഹ്യൂമിഡിഫയറിൻ്റെ ഈ എക്സിറ്റിൽ വരുന്ന എയറിൻ്റെ കണ്ടീഷനാണ് 2. അപ്പോൾ ആ 2 നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ ഇനി എങ്ങനെ മാർക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഐ എടുക്കാം. ഐ എന്ന് പറയുന്നതാണ് റൂമിൻ്റെ കണ്ടീഷൻ. അപ്പോൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ ആ പോയിൻ്റ് ഐ മാർക്ക് ചെയ്തു. അപ്പം റൂം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡ്രൈ ബൾബ് ഉണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്, അതുപോലെ എൻതാൽപ്പി, വെറ്റ് ബൾബ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് റൂം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ നമ്മളത് പോയിൻ്റ് ഐ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഐ മീൻസ് ഇൻഡോർ കണ്ടീഷൻ. സൈക്കോമെട്രിക് ചാർട്ടിൽ ഐയുടെ ലൊക്കേഷനാണ് ഈ കാണുന്നത്. ദെൻ നമ്മളിവിടെ ഈ അതേ ഐ എന്ന കണ്ടീഷനിലുള്ള റീസർക്കുലേറ്റഡ് എയർ എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഔട്ട്സൈഡ് എയറിൻ്റെ കണ്ടീഷൻ എന്താണ്? ഒ. നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ പോയിൻ്റ് ഒ എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യും. കാരണം ഔട്ട്സൈഡ് എയർ എന്ന് പറയുന്നത് വളരെ ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി വളരെ കുറഞ്ഞ ഒരു എയറാണ്. അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് വളരെ കുറഞ്ഞ ഡ്രൈ ആയിട്ടുള്ള വളരെ കോൾഡ് ആയിട്ടുള്ള എയറാണ് ഔട്ട്സൈഡ് എയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഔട്ട്സൈഡ് എയറിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒ ആയിട്ട് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ റൂം കണ്ടീഷനാണ് ഐ, ഔട്ട്ഡോർ എയറിൻ്റെ കണ്ടീഷനാണ് ഒ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഔട്ട്സൈഡ് എയറിനെയും റീസർക്കുലേറ്റഡ് എയറിനെയും കൂടെ മിക്സ് ചെയ്യുന്നു. അതായത് ഒ എന്ന കണ്ടീഷനിലുള്ള ഔട്ട്സൈഡ് എയറും ഐ എന്ന കണ്ടീഷനിലുള്ള റീസർക്കുലേറ്റ് എയറും കൂടെ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുമ്പോൾ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷനാണ് പോയിൻ്റ് എം. ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ എവിടെ വരും? ഈ ഒയും ഐയും തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മളൊരു ലൈൻ വരച്ചാൽ ആ ലൈനിലെ ഒരു പോയിൻ്റാണ് ഈ എം. അപ്പോൾ എം എവിടെ വരും? എമ്മിൻ്റെ ലൊക്കേഷൻ ഒ ഐ എന്ന് പറയുന്ന ലൈനിൽ എവിടെയെങ്കിലും വരാം. അപ്പോൾ എവിടെ വരും? നമ്മളെടുക്കുന്ന റീസർക്കുലേറ്റഡ് എയർ അതിൻ്റെ എമൗണ്ട് കൂടുതലാണ് എങ്കിൽ എം എന്ന് പറയുന്ന പോയിൻ്റ് ഐയോട് ചേർന്ന് വരും. ഇനി നമ്മളെടുക്കുന്നത് കൂടുതൽ എമൗണ്ടും ഔട്ട്സൈഡ് എയർ ആണെങ്കിൽ പോയിൻ്റ് എം എന്ന് പറയുന്നത് ഒയോട് ചേർന്ന് വരും. ഇനി അതല്ല, കോൾഡ് എയറിൻ്റെ മാസും റീസർക്കുലേറ്റഡ് എയറിൻ്റെ മാസും ഈക്വലാണ് എങ്കിൽ പോയിൻ്റ് എം എന്ന് പറയുന്നത് ഈ ഒ ഐ എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡിലായിട്ട് വരും. ഓക്കെ, അത്തരത്തിൽ എം എന്ന് പറയുന്നത് ഈ ഒ ഐ എന്ന് പറയുന്ന ലൈനിലെ ഒരു പോയിൻ്റാണ്. അപ്പോൾ എം സൂചിപ്പിക്കുന്ന എന്താണ്? ഈ ഫ്രഷ് എയറും റീസർക്കുലേറ്റഡ് എയറും കൂടെ മിക്സ് ചെയ്യുന്ന ആ മിക്സ്ചറിൻ്റെ കണ്ടീഷനാണ് പോയിൻ്റ് എം സൂചിപ്പിക്കുക. ഇനി ഈ എം കണ്ടീഷനിലുള്ള എയർ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? പ്രീ ഹീറ്ററിൽ കൂടെ പോയി 1 എന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. അപ്പോൾ M21 എന്ന് പറയുന്നതാണ് പ്രീ ഹീറ്ററിൽ നടക്കുന്ന സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ പ്രീ ഹീറ്റർ ജസ്റ്റ് സെൻസിബിളി ഹീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എം എന്ന് പറയുന്നതാണ് പ്രീ ഹീറ്ററിലേക്ക് എൻറ്റർ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ, 1 എന്ന് പറയുന്നതാണ് പ്രീ ഹീറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്ന കണ്ടീഷൻ. രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂട്ടി. കാരണം പ്രീ ഹീറ്റർ ജസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ആ എയറിലേക്ക് നമ്മൾ വാട്ടർ വേപ്പർ ആഡ് ചെയ്യാൻ നേരത്ത് അത് ഫ്രീസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്തത്. അപ്പോൾ ആ പ്രോസസ്സാണ് M21 കാണിച്ചിരിക്കുന്നത്, പ്രീ ഹീറ്ററിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി അടുത്തത് പ്രീ ഹീറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്ന എയറിൻ്റെ കണ്ടീഷൻ ഇപ്പം പോയിൻ്റ് 1 ആണ്. ഈ 1 കണ്ടീഷനിലുള്ള എയർ ഇനി അടുത്ത എങ്ങോട്ടാണ് പോകുന്നത്? ഹ്യൂമിഡിഫയറിൽ കൂടെ പോകുന്നു. എന്തിന്? ഹ്യൂമിഡിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി. അങ്ങനെ ഹ്യൂമിഡിഫയറിൽ കൂടെ പോയി 2 എന്ന കണ്ടീഷനിലുള്ള എയറായി മാറുന്നു. അപ്പോൾ അതാണ് സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് 1 to 2. 1ഉം 2ഉം തമ്മിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. കാരണം ആ ഹ്യൂമിഡിഫയർ ആ എയറിനകത്തേക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്തു. അതാണ് ഹ്യൂമിഡിഫയറിൻ്റെ ഡ്യൂട്ടി. അങ്ങനെ എയറിനെ 1 എന്ന കണ്ടീഷനിൽ നിന്ന് 2 എന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചു. അപ്പോൾ 1 to 2 ലൈൻ നോക്കാൻ നേരത്ത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. അങ്ങനെ നമുക്ക് ഹ്യൂമിഡിഫയറിൻ്റെ എക്സിറ്റിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടിയ ഒരു എയർ കിട്ടി. ഇനി അടുത്തത് ആ 2 എന്ന കണ്ടീഷനിലുള്ള എയർ റീഹീറ്ററിൽ കൂടെ പോകുന്നു. റീഹീറ്റർ എന്ത് ചെയ്യുന്നു? എഗെയിൻ ഹീറ്റ് ചെയ്തു, സെൻസിബിളി ഹീറ്റ് ചെയ്ത് നമുക്ക് സപ്ലൈ ചെയ്യേണ്ട കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു.
അപ്പോൾ അതാണ് ഈ 2 എന്ന് പറയുന്ന പ്രോസസ്സ് കാണിക്കുന്നത്. എസ് എന്ന് പറയുന്നതാണ് ആ ഹീറ്ററിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ. അതല്ല എങ്കിൽ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷനാണ് എസ്. അപ്പോൾ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ റീഹീറ്ററിൽ നടക്കുന്ന സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സ്. റീഹീറ്റർ 2 എന്ന കണ്ടീഷനുള്ള എയറിനെ എസ് എന്ന കണ്ടീഷനിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ എസ് എന്ന് പറയുന്നതാണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഈ എസ് എന്ന കണ്ടീഷനിലുള്ള എയർ റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് റൂമിനെ ഐ എന്ന കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കുന്നു. എസ്സും ഐയും തമ്മിൽ നോക്കുവാണെങ്കിൽ എസ്സിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുതലും ഐയിലെ കുറവാണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമുക്ക് വിൻ്റർ സീസണാണ്. അതുകൊണ്ട് തന്നെ ഈ റൂം ഹൈ ടെമ്പറേച്ചറിൽ ഈ റൂമിലേക്ക് എങ്ങനെ വരും, റൂമിൽ നിന്ന് ഹീറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഔട്ട്സൈഡ് എയർ വളരെ ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ റൂമിൽ നിന്ന് ഹീറ്റ് ഔട്ട്സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എമൗണ്ട് ഹീറ്റാണോ റൂമിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അത്രയും എമൗണ്ട് ഹീറ്റ് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് എപ്പോഴും റൂമിനെ ഐ എന്ന കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അതുകൊണ്ടാണ് നമ്മൾ എസ് എന്ന കണ്ടീഷനിലുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടിയ എയർ സപ്ലൈ ചെയ്തുകൊണ്ട് റൂമിനെ ഐ എന്ന കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. ഇവിടെ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം വിത്ത് എ പ്രീ ഹീറ്റർ. ഇവിടെ പ്രീ ഹീറ്റർ യൂസ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റമാണ്. പ്രീ ഹീറ്റർ യൂസ് ചെയ്യാനുള്ള കാരണം ഔട്ട്സൈഡ് എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുന്ന ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ് പ്രീ ഹീറ്റർ യൂസ് ചെയ്യുക. ആ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ദെൻ അടുത്തത് എയർ കണ്ടീഷനിങ് സിസ്റ്റം, വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം വിത്തൗട്ട് എ പ്രീ ഹീറ്റർ. ഇവിടെ പ്രീ ഹീറ്റർ യൂസ് ചെയ്യുന്നില്ല. അതിന് കാരണം ഔട്ട്സൈഡ് എയറിൻ്റെ ടെമ്പറേച്ചർ ഫസ്റ്റ് കേസുമായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലാണ്. അതായത് ഒരു 10 ഡിഗ്രി സെൽഷ്യസ്, 12 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 7 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും എയറിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ ആ എയറിലേക്ക് സ്പ്രേ ചെയ്താലും ഫ്രീസിങ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീ ഹീറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നേരത്തെ കേസുമായിട്ട് നോക്കുകയാണെങ്കിൽ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്ന ആ പ്രീ ഹീറ്ററിനെ എടുത്ത് മാറ്റി. അപ്പോൾ ഇതാണ് കണ്ടീഷൻ സ്പേസ്. അവിടുന്ന് നമ്മൾ റിട്ടേൺ എയർ എടുക്കുന്നു. അതിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും റീസർക്കുലേറ്റ് എയർ എടുക്കുന്നു. ആ റീസർക്കുലേറ്റ് എയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നതും റൂമിൻ്റെ അതേ കണ്ടീഷനായ ഐ തന്നെ ആയിരിക്കും. ദെൻ ഔട്ട്സൈഡ് എയർ എടുക്കുന്നു. ആ ഔട്ട്സൈഡ് എയറിൻ്റെ കണ്ടീഷൻ ഒ ആണ്. അപ്പോൾ ഒ എന്ന കണ്ടീഷനിലുള്ള ഔട്ട്സൈഡ് എയറും ഐ എന്ന കണ്ടീഷനിലുള്ള റീസർക്കുലേറ്റ് എയറും കൂടെ മിക്സ് ചെയ്യുന്നു. ദെൻ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷനാണ് പോയിൻ്റ് എം. ദെൻ ഈ എം എന്ന കണ്ടീഷനിലുള്ള ആ എയർ ഹ്യൂമിഡിഫയറിൽ കൂടെ കടന്നു പോകുന്നു. ദെൻ അത് ഹ്യൂമിഡിഫയറിൻ്റെ എക്സിറ്റിൽ വരുമ്പോൾ 1 എന്ന കണ്ടീഷനിലുള്ള എയർ ആയി മാറുന്നു. ദെൻ ഈ എയർ റീഹീറ്റ് കോയിലിൽ കൂടെ പോകുന്നു. ദെൻ റീഹീറ്റ് കോയിലിൻ്റെ എക്സിറ്റിൽ നമുക്ക് എസ് എന്ന കണ്ടീഷനിലുള്ള എയർ കിട്ടുന്നു. അപ്പോൾ 1 to S എന്ന് പറയുന്നത് റീഹീറ്റ് കോയിലിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, നമുക്കിനി ഇത് സൈക്കോമെട്രിക് ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. പോയിൻ്റ് ഐ എന്ന് പറയുന്നതാണ് റൂം കണ്ടീഷൻ, അത് മാർക്ക് ചെയ്തു. ഇനി ഔട്ട്സൈഡ് എയറിൻ്റെ കണ്ടീഷനാണ് ഒ മാർക്ക് ചെയ്തു. ഒയും ഐയും തമ്മിൽ നമ്മളൊരു ലൈൻ വരച്ചു. ആ ലൈനിലെ ഒരു പോയിൻ്റ് ആകാം നമ്മുടെ പോയിൻ്റ് എം. പോയിൻ്റ് എം എന്ന് പറയുന്നത് ഈ ഐ എന്ന കണ്ടീഷനിലുള്ള റീസർക്കുലേറ്റഡ് എയറും ഒ എന്ന കണ്ടീഷനിലുള്ള ഫ്രഷ് എയറും തമ്മിൽ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുമ്പോൾ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷനാണ് പോയിൻ്റ് എം. അപ്പോൾ ആ പോയിൻ്റ് എം എന്ന് പറയുന്നത് ഒ ഐ ലൈനിലെ ഒരു പോയിൻ്റാണ്. അപ്പോൾ എമ്മിൻ്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റീസർക്കുലേറ്റഡ് എയറിൻ്റെയും ഔട്ട്സൈഡ് എയറിൻ്റെയും മാസിനെ ആശ്രയിച്ചിരിക്കും പോയിൻ്റ് എമ്മിൻ്റെ ലൊക്കേഷൻ. ദെൻ ഈ എം എന്ന് പറയുന്നതാണ് നമുക്ക് ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ. അത് സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഈ കണ്ടീഷൻ എം എന്ന കണ്ടീഷനുള്ള എയർ നമ്മൾ ഹ്യൂമിഡിഫയറിൽ കൂടെ കടത്തിവിടുമ്പോൾ അവിടെ 1 എന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. അപ്പോൾ എമ്മും 1ഉമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്തു, ഡ്രൈ ബൾബിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായി. ഓക്കെ, അങ്ങനെ M to 1 എന്ന് പറയുന്നതാണ് ഹ്യൂമിഡിഫയറിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇനി ഹ്യൂമിഡിഫയറിൻ്റെ എക്സിറ്റിൽ വരുന്ന ആ എയറിനെ റീഹീറ്റ് കോയിലിൽ കൂടെ കടത്തിവിടുന്നു. റീഹീറ്റ് കോയിൽ അതിനെ ഹീറ്റ് ചെയ്ത് എസ് എന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ 1 എന്ന് പറയുന്നതാണ് ഹീറ്റിംഗ് കോയിലിൻ്റെ ഇൻലെറ്റ്, എസ് എന്ന് പറയുന്നതാണ് ഹീറ്റിംഗ് കോയിലിൻ്റെ എക്സിറ്റ്. ഇവിടെയും ഹീറ്റിംഗ് കോയിൽ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് സെൻസിബിൾ ഹീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്.
1 to S എന്ന് പറയുന്നത് സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. അങ്ങനെ എസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹീറ്റിംഗ് കോയിലിൻ്റെ എക്സിറ്റ് അല്ലെങ്കിൽ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ. ദെൻ ഈ എസ് എന്ന കണ്ടീഷനിലുള്ള എയർ റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളെപ്പോഴും റൂമിനെ ഐ എന്ന കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. അപ്പോൾ ഇവിടെ ഈ ഐ, എം, എസ്, 1, ഒ ഇതെല്ലാം കാണിക്കുന്നത് ആ എയറിൻ്റെ കറസ്പോണ്ടിങ് ലൊക്കേഷനാണ് സൈക്കോമെട്രിക് ചാർട്ടിൽ. ഓക്കെ, ഇപ്പോൾ എയറിൻ്റെ ഡ്രൈ ബൾബ്, വെറ്റ് ബൾബ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇതിനെല്ലാം ആശ്രയിച്ചാണ് സൈക്കോമെട്രിക് ചാർട്ടിൽ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഔട്ട്സൈഡ് എയർ വളരെ ടെമ്പറേച്ചർ കുറവാണ്, പക്ഷേ ആദ്യത്തെ കേസുമായിട്ട് നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. എന്നിരുന്നാലും ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഔട്ട്സൈഡ് എയറിൻ്റെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ടാണ് ഒ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ സൈക്കോമെട്രിക് ചാർട്ടും സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ സൈക്കോമെട്രിക് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഒ എന്ന് പറയുന്നത് മുകളിൽ വരും, കാരണം ഔട്ട്സൈഡ് എയർ വളരെ ഹോട്ടാണ്. ഇവിടെ വിൻ്റർ സീസണിൽ ഒ എന്ന് പറയുന്നത് താഴെയായിട്ട് വരും, കാരണം ഔട്ട്സൈഡ് എയറിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. ഇപ്പം ഇത്തരത്തിൽ റീഹീറ്റർ യൂസ് ചെയ്യാതെ എയറിനെ ഹ്യൂമിഡിഫൈ ചെയ്യുകയും ചെയ്തു, ഹീറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് റൂമിനെ ഐ എന്ന കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഏതൊക്കെ ഹ്യൂമിഡിഫയേഴ്സ് ആണ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. താങ്ക് യു.